അപ്പോൾ അതാ ബെൽറ്റ് ഇടാനായിട്ട് നമ്മൾ കടയിലൊന്നും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊരു മുണ്ടിൻ്റെ തേര് ഭാഗമാണ്. തേരെന്നോ കരയെന്നോ എന്ത് വേണം, സാരിയുടെ ആയാലും മതി കേട്ടോ. കോട്ടൺ ആയിരിക്കണം, അതാണ് നല്ലത്. അപ്പോൾ അത് ഒരു 2-2.5 ഇഞ്ചോളം, ഇത്രയും ഉണ്ടോ, 2.5 ഇഞ്ച് കാണുമായിരിക്കും, അല്ലെ 2 ഇഞ്ച് വീതിയിൽ നമ്മളിത് ഇങ്ങനെ കീറിയെടുക്കുക. അങ്ങനെയൊന്നുമില്ല, മുണ്ടിൻ്റെ കരയാണിത്. ഇത് കീറിയെടുക്കുക. എന്നിട്ട് നമ്മളിത് എവിടെയെങ്കിലും ഒന്ന് കെട്ടുക. ഒരു വാതിലിൻ്റെ പിടിയേലോ അല്ലെങ്കിൽ ഇപ്പോൾ ജനലിൻ്റെ ഒരു കമ്പിയിലാണ് ഞാൻ കെട്ടണത് കേട്ടോ. ഇതൊന്ന് കെട്ടിയിട്ടുണ്ടല്ലോ, നമ്മളിതൊന്ന് പിരിച്ചെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ കയറ് പിരിക്കണ പോലെ നന്നായിട്ട് ഇതൊന്ന് പിരിച്ച് ഇതിങ്ങനെ ഒരു റോളാക്കി എടുക്കുക. നീളത്തിൽ റോളാക്കി എടുത്തിട്ട് അത് നമ്മളിങ്ങനെ നല്ലതായിട്ട് വലിച്ച് എടുക്കുക. ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ മെഷ്യത്തിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ അളന്നെടുത്താൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ പിരിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ, ഇങ്ങനെ പിരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് മെഷ്യത്തിൻ്റെ ഇതിലേ കൂടെ ഇടണം കേട്ടോ. ഈ വീലിൻ്റെ ഇതിലേ കൂടെ ഇട്ടിട്ട്, വീലിൻ്റെ അടിയെ കൂടെ ഇടണം. നമുക്കത് അങ്ങനെ ഇട്ടാലേ പറ്റുള്ളൂ. എന്നിട്ട് ഇത് ഈ ഹോളിൽ കൂടെ എടുക്കണം ഒരു തല കേട്ടോ. ഒരു തല ഈ ഹോളിൽ കൂടെ എടുക്കണം. ഒരു തല ഈ ഹോളിൽ കൂടെ, ഒരു തല ഈ ഹോളിൽ കൂടെ ഇങ്ങനെ എടുത്ത് കണ്ടോ. എന്നിട്ട് വേണം നമുക്കിത് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് തുന്നി പിടിപ്പിക്കാം. കൂട്ടി ഇങ്ങനെ തുന്നി യോജിപ്പിക്കാം. ഇട്ടതിന് ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ. ഈ കറക്റ്റായിട്ട് ഇട്ടിട്ടേ തുന്നാവുള്ളൂ. കറക്റ്റായിട്ട് നമ്മൾ ബെൽറ്റ് ആ ഹോളിൽ കൂടെയൊക്കെ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് തുന്നാനായിട്ട്. അല്ലെങ്കിൽ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ അഴിച്ചെടുക്കേണ്ടിയൊക്കെ വരും. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഴിക്കണമെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ നന്നായിട്ട് തുന്നി യോജിപ്പിച്ചെടുക്കുക. വലിയ തടവും മഴയൊന്നും വരാത്ത വിധത്തിൽ നല്ല ഇങ്ങനെ കറക്റ്റായിട്ടിത് എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയാൽ മതി. നൂലിങ്ങനെ നന്നായിട്ട് കെട്ടുക. അതിങ്ങനെ പിന്നെ വിട്ടു പോകുമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കെട്ടിയേക്കണുണ്ടോ, ഇങ്ങനെ കെട്ടണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ പിരിച്ചേക്കണതല്ലേ, നമ്മളിത് മിഷ്യത്തിലിട്ട് കഴിഞ്ഞ് 2-3 തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് അഴഞ്ഞു വരുവാണെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് ആ ഒരു പീസങ്ങ് കളഞ്ഞിട്ട് പഴയതുപോലെ തന്നെ തുന്നി യോജിപ്പിച്ച് കറക്റ്റാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ട നല്ല ടൈറ്റായിട്ട് കണ്ട. ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ബെൽറ്റ്. മറ്റേ ബെൽറ്റൊക്കെ മേടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇടാനൊക്കെ. ഇത്രയേ ഉള്ളൂ ബെൽറ്റിൻ്റെ പണി. അപ്പോൾ നമുക്കിതൊന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. കണ്ട ബെൽറ്റൊക്കെ നല്ല ടൈറ്റായിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കണ്ടോ, സ്റ്റിച്ച് കണ്ടോ, നല്ല ക്ലിയറായിട്ടല്ലേ സ്റ്റിച്ച് വന്നേക്കണെന്ന് നോക്കി. അപ്പോൾ ഇതേപോലെ മെഷീനൊക്കെ തയ്ക്കാൻ പറ്റാതെയൊക്കെ കിടക്കണുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. കണ്ടോ, ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഇതേപോലെയൊക്കെ മെഷീനൊക്കെ ഇടയിൽ കിടക്കണ്ടാവില്ലേ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറയാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. താങ്ക് യു.